ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഹയർസിന്റെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ലീഡർമാരൊക്കെ, നമ്മുടെ കുട്ടി ലീഡർമാരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. കമ്പനി തിരിച്ചു വന്നു, നമ്മുടെ കടം തീർന്നു, നമ്മുടെയൊക്കെ അഭിമാനം തിരിച്ചു കിട്ടി. ഇവര് നാട്ടിലൊക്കെ മണീച്ചയും കള്ളൻ എന്നൊക്കെയാണല്ലോ ഇവരെ വിളിക്കുന്നത്. ഇവരെ പണം പോയാലേ ഇവർ മാത്രമേ സഹിക്കണ്ടു. പക്ഷെങ്കിൽ സമൂഹം ഇവരെ മണീച്ചയും രാജാക്കന്മാരായിട്ടാണ്, മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുന്നവരായിട്ടാണ് സമൂഹം ഇവരെ കാണുന്നത്. അതാണ് ചില പണക്കാർക്കൊക്കെ വിഷമം. അപ്പോൾ നമ്മളൊക്കെ മണീച്ചേൻ്റെ ആൾക്കാരാണെന്നെല്ലാം മുദ്ര കുത്തിയിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും മാറ്റണം എന്നാണ് ചില ആൾ പറയുന്നത്. പൈസ പോയാൽ പോട്ടെ, പക്ഷേങ്കിൽ നമ്മളെയൊക്കെ കളിയാക്കുന്ന ഈ തെണ്ടികൾക്ക് മുന്നിൽ ഒരു ദിവസം നമ്മൾ മണീച്ചേനല്ലടാ തെണ്ടികളെ നമ്മൾ ചെയ്തത് എന്ന് പറയണം. നമ്മൾ മർക്കൻഡൈൽ സിസ്റ്റമാണ്, മൾട്ടി പോയിന്റ് മർക്കൻഡൈൽ സിസ്റ്റമാണ് ചെയ്തത് എന്ന് പറയണമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ബോധം വെക്കുന്നുണ്ട്. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊക്കെ ബോധം വന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നു നമ്മുടെ റെഡീം കൂപ്പൺ എന്ന് പറയുന്നത് മണീച്ചെയിൻ തന്നെയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ പൈസയൊക്കെ പല തട്ടുകളിലായിട്ട് വീതിച്ചു പോവുകയാണ്. അതിൽ നിന്ന് കമ്പനി കിട്ടുന്നത് വെറും 4000 രൂപയാണ്. 4000 രൂപ നമുക്ക് എങ്ങനെയാണ് 3 ഇരട്ടി തരാൻ പറ്റുക? അത് ആൾക്കാരെ ചേർത്തിട്ടുള്ള പൈസയാണ്. കമ്പനിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. കമ്പനി നമ്മളൊന്നും സാധനം വാങ്ങുന്നില്ല. പിന്നെ എങ്ങനെയാണ് കമ്പനിക്ക് സാധനം വാങ്ങിയതിൻ്റെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് പൂളിംഗമായിട്ട് തരാൻ പറ്റുക? ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം. 1 വർഷം മുമ്പേ തന്നെ നമ്മളൊക്കെ പറഞ്ഞ് പലതവണ പറഞ്ഞത് ഇപ്പോൾ ഇവരുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ റെഡീം കൂപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മണീച്ചെയിൻ ആണല്ലേ ചെയ്തിരിക്കുന്നത് എന്ന്. മറ്റുള്ളൊരു കാര്യമാണ്, RBIയുടെ അനുമതിയില്ലാതെ നമ്മൾ ബോണ്ട് ഇറക്കിയില്ലേ ലീഡറെ എന്നൊക്കെ ചോദിക്കുന്നു. അത് തെറ്റല്ലേ? ബോണ്ട് ഇറക്കിയതല്ലേ ഇപ്പോൾ പണി കിട്ടിയത്? അതിപ്പോൾ അങ്ങനെയാണല്ലോ. ചെറിയ പ്രായത്തിൽ ആദ്യം പെൻസിൽ മോഷ്ടിക്കും, അതുപോലെ തന്നെ പെന്ന് മോഷ്ടിക്കും. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ അവൻ വീട് തന്നെ മോഷ്ടിക്കും, ആഭരണങ്ങൾ തന്നെ മോഷ്ടിക്കും. അപ്പോൾ ചെറുത് ഇവരെ 800 രൂപയിൽ തുടങ്ങി, 750 രൂപയിൽ തുടങ്ങി, പിന്നെ ഇവർ 50,000-ലെത്തി. ഗ്രോസറി ബോണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000-ലെത്തി. 10,000, 50,000, 3 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം. സിറ ആരും ചോദിക്കാനില്ല. അപ്പോൾ ഒന്നും തന്നെ സംഭവിക്കില്ല. എല്ലാവർക്കും പണം മതി, എല്ലാവരെയും നമുക്ക് പണം കൊണ്ട് ശരിയാക്കാം എന്ന് ദിനുരാജ് അടച്ചിട്ട മുറികളിലിരുന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈകൊട്ടി, ശരിയാണ്, ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? മണീച്ചേനാണെന്ന് അറിഞ്ഞിട്ടും കോടതി തന്നെ പറഞ്ഞിട്ടും നിങ്ങളൊക്കെ പിന്നെയും താങ്ങി നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നത് FIR ഇട്ടവർക്ക് പണം കിട്ടില്ല എന്നും, FIR ഇട്ടവരുടെ പണം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പണം നമുക്ക് അങ്ങ് തരും, അപ്പോൾ അത് നമ്മൾ പോയി വാങ്ങും എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം പൈസ കിട്ടും, FIR ഇട്ടവർക്ക് പൈസ കിട്ടില്ല. എന്നാൽ സംഭവിക്കുന്നതോ, FIR ഇട്ടവരുടെ വീട്ടിൽ രാവിലെ മുതൽ പെറ്റ് കിടക്കുകയാണ് തെണ്ടികൾ. എന്നിട്ട് പറയാണ് FIR പിൻവലിക്കൂ, FIR പിൻവലിക്കൂ, FIR പിൻവലിച്ചാലേ ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പൈസ കിട്ടൂലൂ, നിങ്ങളുടെ പൈസ കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ FIR പിൻവലിക്കണം, കമ്പനി തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പൈസ തരും എന്ന് കരയുകയാണ്, കാല് പിടിക്കുകയാണ്. ഉളുപ്പുണ്ടെങ്കിൽ ഇത് സൂമിൽ വന്നിട്ട് ഇങ്ങനെയും, സൂം കഴിഞ്ഞിട്ടാകുമ്പം ഈ FIR ഇട്ടവരെ വീട്ടിൽ പോയിട്ടും ഫോൺ വിളിച്ചിട്ടും ഇങ്ങനെ, എന്താണ് വാക്ക് ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല, ഇങ്ങനെ ചെയ്യാമോ എന്നാണ് ചോദിക്കാനുള്ളത്. സൂമിൽ പറഞ്ഞത് കളവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടില്ല, നിങ്ങളെ പൈസ മാറ്റി വെച്ചിട്ട് 270 കോടി നമുക്ക് തരും എന്ന് പറഞ്ഞത്. 200 എന്താണല്ലേ? പിന്നെ
അപ്പോൾ ഇത് നിരവധി ആൾക്കാരെ ഇന്ന് രാവിലെ തന്നെ 10 മണിക്കൊക്കെയാണ് ചില ആൾക്കാർ വരുന്നത്. ഇന്നലെ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂര് FIR ഇട്ടവരുടെ വീട്ടിൽ പോയിരിക്കുന്നു 4-5 ആള്. നമ്മുടെ പൈസയൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ കാരണമാണ്, നിങ്ങൾ FIR പിൻവലിക്കണം. എന്തിനാണിത്? നിങ്ങളെ സൂമിൽ നിങ്ങളുടെ ആ തലയിൽ മുടിയില്ലാത്തവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2 മാസം കൊണ്ട് കമ്പനി റെഡിയാവുമെന്ന്? നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലേ? 2 മാസം കൊണ്ട് എല്ലാം റെഡിയാവും, ഞാനാണ് പറയുന്നത്. എന്നിട്ട് ആ സൂം കഴിഞ്ഞപ്പോൾ നമ്മള് ഒരു ലീഡറെ വിളിച്ചു സൂമിനെ. എന്നിട്ട് പറഞ്ഞു, മുസ്തഫയെല്ലാം ഏറ്റിട്ടുണ്ട്, ഇവനൊക്കെ ഇങ്ങനെ ഏൽക്കാമോ? ഒരു സൂമിൽ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവൻ ഇങ്ങനെ തള്ളാമോ എന്നാണ് ചോദിച്ചത്. ഫിജീഷ് പറഞ്ഞിട്ടുണ്ട് ജൂൺ 5-ാം തീയതി ഇവരുടെ CEO പറഞ്ഞിട്ട് ഒക്ടോബർ അവസാനം വരെ നമ്മൾ ചെയ്യൂലൂ, നവംബർ ആദ്യം എക്സൽ ഷീറ്റ് കൊടുക്കും. അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ വാക്കാണ് മുസ്തഫ പറഞ്ഞ 2 മാസം. 2 മാസത്തിൽ 3 ദിവസം ആൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 57 ദിവസമാണ് ബാക്കി. കമ്പനി തിരിച്ചു വരും, നിങ്ങളുടെ പണമൊക്കെ തരും, ഞാൻ ഗ്യാരണ്ടി എന്നാണ് മുസ്തഫ പറഞ്ഞത്. മുസ്തഫക്ക് അറിയില്ലല്ലോ. അപ്പോൾ EDയുടെ കേസ് അവിടെ കിടക്കുകയാണ് അല്ലേ? ED ഇതുവരെ 5 പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല. ED കൊടുക്കണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ബഡ്സിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് അറിയണ്ട. ഇവിടെ ഉണ്ടായിരിക്കുന്ന കള്ളപ്പണം 4 കോടിയുടെ കൺസൈൻമെന്റ് അഡ്വാൻസ്, 4 കോടിയുടെ കൺസൈൻമെന്റ് അഡ്വാൻസ്, അതിൻ്റെ കണക്ക് പറയണം. 10 കോടിയുടെ ഡെപ്പോസിറ്റ്, 150 കോടിയുടെ ഡെപ്പോസിറ്റ്, ഒരു ട്രസ്റ്റ് ഇട്ടതാണ്. 150 കോടിയാണ് ട്രസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ 50 കോടി ഇട്ടവര്, 150 കോടി ഇട്ടവര് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പണമായിരിക്കാം, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും മറ്റുമൊക്കെ. കഴിഞ്ഞ ദിവസം കമ്പനിയുടെ CEO പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത്യാഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ ഇതിൽ പണം ഇട്ടിരിക്കുന്നത് എന്ന്. എത്ര നല്ല വാക്കുകളാണ്, എത്ര സത്യസന്ധമായ വാക്കുകളാണ് അല്ലേ? അത്യാഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ ഇതിൽ പണം ഇട്ടിരിക്കുന്നത് എന്നാണ് പണമിട്ടവരോട് ഫോൺ വിളിച്ച് ചോദിച്ചത്. എന്താണ് അവസ്ഥ? അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ പറ. സൂമിൽ പറഞ്ഞു FIR ഇട്ടവർക്ക് പണം കിട്ടില്ല, മാറ്റിവെച്ചിട്ട് ബാക്കി 270 കോടി കമ്പനിയിലേക്ക് എത്താൻ പോവുകയാണ്, അവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ്. 400 കോടിയുണ്ട് OTTയുടെ. 8000 OTT ബോണ്ടുകളാണ് ഇറക്കിയിരിക്കുന്നത്. 8 × 5 400 കോടി. 207 കോടി കൊണ്ട് 400 കോടി എങ്ങനെ ഉണ്ടാക്കാനാണ്? ഇത് OTTയുടെ മാത്രം കണക്കാണ്. ഗ്രോസറി മറ്റേ ഡിജിറ്റല് 130ഉം 500ഉം ഒക്കെ ഡിജിറ്റൽ എടുത്തവർക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഈ 250 കോടി എന്ന് പറയുന്നത് ഒന്നുമല്ല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ അതിൻ്റെയൊക്കെ 4 or 5 ഇരട്ടി 1000 കോടി ഉണ്ട് കഴിഞ്ഞാലും കൊടുത്തു തീർക്കാൻ പറ്റില്ല ഇവരുടെ പണം. അപ്പോൾ എന്തോ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്താണത്? അപ്പോൾ സൂമിൽ പറഞ്ഞതാണോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് വീട്ടിൽ പോയി? വളരെ 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 ഏതാണ് സത്യമെന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഭയങ്കര ഒരു സംഭവം നടന്നേ. ഇന്ന് മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ നമ്മുടെ സത്യേട്ടൻ പറയുകയാണ്, FIR ഇടുന്നവരോട് FIR ഇടാൻ പറയൂ, ആരോടും FIR ഇടണ്ട എന്ന് പറയേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരുത്തം പറയാണ്, എന്താണ് ബ്രോ പറയുന്നത്? FIR ഇട്ടവരെ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. എന്തിനും
നിങ്ങൾ വന്നിട്ട് പിന്നെയും FIR ഇടാൻ പറയുകയാണ്. അങ്ങനെയുള്ള തമാശകളൊക്കെ ഇവരുടെ ഗ്രൂപ്പുകളിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തമാശകളൊക്കെ കാണണമെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറയുക എന്നുള്ളതാണ്. ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ ഒരു കഴിഞ്ഞ ദിവസം 30-ാം തീയതി വന്നിരിക്കുന്ന ബഡ്സ് കോടതിയിൽ നിന്ന്, സെഷൻ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റിനെ, നിക്ഷേപകരുടെ പണം സംരക്ഷിക്കുന്ന കാര്യം മാത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി 1070/2023 എന്ന് പറയുന്ന FIR കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു തട്ടിപ്പിൻ്റെ ക്രിമിനൽ ഭാഗം, ബഡ്സിൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനൽ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ 2-3 ദിവസം കൂടുമ്പോൾ അതിലേക്ക് ക്ലെയിമുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിലെ അഡ്മിന്മാർക്കൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിനായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ FIR ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള റെസീറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിവ സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ലഭിക്കൂ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എത്രയെങ്കിലും അത്യാവശ്യമായിട്ട് പണം ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അവിടെ മൊഴി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ബഡ്സ് കോടതിയിൽ വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പണം റിലീസായിട്ട് തരാനുള്ള ഓപ്ഷനുകളും ബഡ്സിലുണ്ട് എന്നുള്ള കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബൈ.